ഹലോ ഓൾ, എല്ലാവർക്കും PK ലേണിംഗ്സിൻ്റെ PYQ സീരീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കെമിസ്ട്രി എന്ന് പറയുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 2020 വർഷത്തിൽ PSC വിവിധ പരീക്ഷകളിലായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ആവശ്യമായിട്ട് വരുന്ന എക്സ്പ്ലനേഷൻസും ഇവയാണ് നമ്മൾ നോക്കി പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വാതക നിയമങ്ങൾ, ആസിഡും ആൽക്കലിയും അതേപോലെ തന്നെ ലായനികൾ അഥവാ സൊല്യൂഷൻസ്, ഈ 3 ടോപ്പിക്കിൽ നിന്നുമുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കല്ലേ, വാതക നിയമങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് 11/2020 എന്ന് പറയുന്ന ട്രേസറുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇത്. അപ്പോൾ എന്താണ് ചോദ്യം പറയുന്നത്? The absolute pressure of a given mass of a perfect gas varies inversely as its volume when the dash remains constant എന്നാണ് തന്നിരിക്കുന്നത്. അതായത് ഒരു ഗ്യാസിൻ്റെ, ഒരു പെർഫെക്റ്റ് ഗ്യാസിൻ്റെ പ്രഷർ, അതിൻ്റെ ആബ്സൊല്യൂട്ട് പ്രഷർ എന്ത് ചെയ്യുന്നു? ഇൻവേഴ്സ്ലി മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? ഇൻവേഴ്സ്ലി എന്തിനോട് മാറിക്കൊണ്ടിരിക്കുന്നു? വോളിയത്തിനോട്. അതായത് ഒരു പെർഫെക്റ്റ് ഗ്യാസ് എടുത്തിട്ടുണ്ട് നമ്മളൊരു പാത്രത്തിനകത്ത്. ആ ഒരു പെർഫെക്റ്റ് ഗ്യാസിലെ വോളിയം അതിലുള്ള പ്രഷറുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. പ്രഷർ കൂട്ടിയാൽ വോളിയം കുറയും. ആ രീതിയിൽ നിൽക്കുകയാണ്. എന്തോ ഒരു കാര്യം കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുമ്പോൾ എന്താണ് അവിടെ കോൺസ്റ്റൻ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്? ഓപ്ഷനകത്ത് നമുക്ക് വോളിയം തന്നിട്ടുണ്ട്, ഫ്ലോ തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, വെലോസിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചറാണ്. അതായത് ഒരു ഗ്യാസിനെ നമ്മൾ ഇതിനകത്തേക്ക് എടുത്തിട്ടുണ്ട്. ഒരു പെർഫെക്റ്റ് ഗ്യാസിനെ, ഒരു ഐഡിയൽ ഗ്യാസിനെ നമ്മളൊരു പാത്രത്തിനകത്ത് എടുത്തിട്ടുണ്ട്. ഒരു ഐഡിയൽ ഗ്യാസ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ഗ്യാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അടങ്ങിയിട്ടുള്ള മോളിക്യൂൾ തമ്മിലുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. അവരുടെ അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. നമുക്കതിനെ ഇഗ്നോർ ചെയ്ത് കളയാം. അത്രയും ചെറിയ അട്രാക്ഷൻ ആയിരിക്കും. അങ്ങനെയുള്ള ഗ്യാസുകളെയാണ് നമ്മൾ പെർഫെക്റ്റ് ഗ്യാസ് എന്ന് വിളിക്കാറ്. ഇങ്ങനെയുള്ള ഒരു ഗ്യാസിൻ്റെ വോളിയം, അതിൻ്റെ വ്യാപ്തം, അതിലുള്ള മർദ്ദത്തിനോട്, പ്രഷറിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എപ്പോൾ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ. ഉദാഹരണത്തിന് ഈ പാത്രത്തിനകത്ത് നമ്മളിത് 5 മോളിക്യൂൾ ഗ്യാസ് നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട് അല്ലേ? ഇവിടെ നമ്മളൊരു പിസ്റ്റൺ ഇങ്ങനെ ഘടിപ്പിക്കാനായിട്ട് പോവുകയാണേ. പിസ്റ്റൺ ഇങ്ങനെ ഘടിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ നമ്മൾ പ്രഷർ കൊടുക്കാനായിട്ട് പോവുക. ഇങ്ങോട്ട് പ്രഷർ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുക. പ്രഷർ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? നമ്മളൊരു സിറിഞ്ചിനകത്ത് കുറച്ച് ഗ്യാസ് നിറച്ചിട്ട് ഇങ്ങനെ പ്രഷർ കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഈ 5 മോളിക്യൂൾ ഗ്യാസ് ഇരിക്കുന്നത് കുറച്ചും കൂടെ കുറഞ്ഞ സ്പേസിലേക്ക് ഇങ്ങനെ മാറും അല്ലേ? ഇങ്ങനെ വളരെ കുറഞ്ഞ സ്പേസിൽ അത് ഒക്കുപ്പൈ ചെയ്യും. ഒക്കുപ്പൈ ചെയ്യാൻ എടുക്കുന്ന സ്പേസിനെ ആണല്ലോ നമ്മൾ വോളിയം എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ പ്രഷർ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയമാണ്. എപ്പോൾ? ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുമ്പോൾ. ഈ നിയമത്തിൻ്റെ പേരാണ് ബോയിൽസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബോയിൽസ് ലോ എന്താണ് പറയുന്നത്? ഒരു ഗ്യാസിൻ്റെ ആബ്സല്യൂട്ട് പ്രഷർ, അതിലെ ഗിവൺ മാസും അതേപോലെ തന്നെ അതിലെ ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കുമ്പോൾ ആ പ്രഷർ എന്ന് പറയുന്നത് ഗ്യാസിൻ്റെ വോളിയത്തിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിനെ മാത്തമാറ്റിക്കലി നമ്മൾ എങ്ങനെ എഴുതും? പ്രഷർ എന്ന് പറയുന്നത് വോളിയത്തിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇങ്ങനെ എഴുതി വെച്ചു. ഈ പ്രൊപ്പോർഷണാലിറ്റിയെ നമുക്കൊന്ന് മാറ്റി കളഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? പ്രൊപ്പോർഷണൽ P = എന്ന് കൊടുത്തു. പ്രൊപ്പോർഷണാലിറ്റി മാറ്റണമെങ്കിൽ എപ്പോഴും നമ്മൾ അവിടെ ഒരു കോൺസ്റ്റന്റ് ഇടണം. ഇവിടെ K എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. P = K × 1/V എന്നാവും. ഈ 1/Vയെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കിനും PV = കോൺസ്റ്റന്റ് എന്ന് നമുക്ക് കിട്ടും. ഇവിടെ P എന്ന് പറയുന്നത് പ്രഷറാണ്, V എന്ന് പറയുന്നത് വോളിയമാണ്, K എന്ന് പറയുന്നതോ കോൺസ്റ്റന്റുമാണ്. ക്ലിയർ ആയല്ലോ? ഇതാണ് ബോയിൽസ് ലോ പറയുന്നത്. അപ്പോൾ ബോയിൽസ് ലോ പ്രകാരം നമ്മളിത് ഈ ഒരു പാത്രത്തിനകത്ത് ഇങ്ങനെ P1 ഉം V1 ഉം നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് ഇതിനകത്തുള്ള പ്രഷർ P1, വോളിയം V1 ആണ്. ഇതിലെ നമ്മൾ കുറച്ചും കൂടെ പ്രഷർ അപ്ലൈ ചെയ്തിട്ട് പ്രഷറിനെ P2 ആക്കി മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും? വോളിയം കുറയൂലേ? വോളിയം കുറഞ്ഞിട്ട് അത് V2 ആയിട്ട് മാറും. അപ്പോൾ ഇതിനെ നമ്മൾ മൊത്തത്തിൽ എടുക്കുമ്പോൾ ഈ രണ്ട് സിസ്റ്റത്തിനെയും കമ്പയർ ചെയ്യുമ്പോൾ മാസിനും ടെമ്പറേച്ചറിനും മാറ്റമില്ലെങ്കിൽ P1 V1 = P2 V2 ആയിരിക്കും എപ്പോഴും. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതാണ് ബോയിൽസ് ലോ പറയുന്നത്. ഇനി പരീക്ഷയ്ക്ക് നമ്മളോട് മിക്കവാറും ഇതിൻ്റെ ഒരു ദൈനംദിന ജീവിതത്തിൽ എങ്ങനെയാണ് ബോയിൽസ് ലോ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ നമ്മളോട് തന്നിട്ട് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് ലോ ഏതാണ്, ഈ രീതിയിൽ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ആപ്ലിക്കേഷൻ ലെവലിലും കൂടെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സമയമായതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ നോക്കി പോകാം അല്ലേ? അപ്പോൾ ആദ്യമായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇതാണ്. സിറിഞ്ചിൻ്റെ എക്സാമ്പിളാണത്.
എന്താണ് സിറിഞ്ചും ബോയിൽസ് ലോയും തമ്മിലുള്ള ബന്ധം എന്ന് നോക്കാം. ഇവിടെ സിറിഞ്ചിനെ നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട്. സിറിഞ്ചിനെ നമ്മളിങ്ങനെ പിറകിലേക്ക് വലിക്കുന്ന സമയത്ത് അതിനകത്ത് സ്വാഭാവികമായിട്ടും വാതകം വന്ന് നിറയും അല്ലേ, അതിനകത്ത് ഗ്യാസ് വന്നിങ്ങനെ നിറയും. അങ്ങനെ ഗ്യാസ് വന്ന് നിറഞ്ഞിരിക്കുന്ന ആ ഒരു സിറിഞ്ചിനെ നമ്മൾ അതിൻ്റെ ആ ഒരു പിസ്റ്റണിനെ വീണ്ടും നമ്മൾ അമർത്തുമ്പോൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആ വായുവിൻ്റെ ഒക്കുപ്പൈ ചെയ്യുന്ന സ്പേസ്, അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് കുറയുന്നു. അപ്പോൾ സിറിഞ്ചിൻ്റെ രണ്ട് ഭാഗവും നമ്മളിങ്ങനെ അടച്ചു പിടിച്ചിട്ട് അതിലെ ആ ഒരു പിസ്റ്റൺ നമ്മൾ അമർത്തുന്ന സമയത്ത് അതിനകത്തിരിക്കുന്ന ആ ഒരു വാതകം ഒക്കുപ്പൈ ചെയ്യുന്ന സ്പേസ് അല്ലെങ്കിൽ അതിൻ്റെ വോളിയം എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഓക്കെ, അപ്പോൾ സിറിഞ്ചിനകത്ത് ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ബോയിൽസ് ലോ ആണ്. ഇത് കൂടാതെ നമ്മൾ ഈ രീതിയിൽ സിറിഞ്ചിനകത്ത് നമ്മളിത് ആ ഒരു ബലൂണിനകത്ത് വളരെ ചെറിയ അളവിലൊരു വാതകം നിറച്ചിട്ട് അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കാം. എന്നിട്ട് നമ്മൾ ഈ സിറിഞ്ചിനെ പിറകിലേക്ക് വലിക്കുന്ന സമയത്ത് ഇതിനകത്തെ പ്രഷർ കുറഞ്ഞു. അപ്പോൾ എന്ത് സംഭവിക്കും, വോളിയം കൂടും അല്ലേ. അപ്പോൾ വോളിയം കൂടും, ഈ ബലൂൺ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കുറച്ചും കൂടെ എക്സ്പാൻഡ് ആയിട്ട് വരും. അതാണ് ഈ ഒരു ചിത്രത്തിനകത്ത് കാണിച്ച് തന്നേക്കുന്നത്. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും സിറിഞ്ചുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബോയിൽസ് ലോന്റെ എക്സാമ്പിൾ. അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ ശ്വാസോച്ഛ്വാസവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്, ഹ്യൂമൻ ബ്രീത്തിങ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ശ്വാസം വലിക്കുന്നത് വളരെ ഇൻവോളണ്ടറി ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ. നമ്മൾ വേണമെന്ന് വെച്ചിട്ട് ശ്വാസം വലിച്ചേക്കാം, ഇനിയിപ്പോൾ ശ്വാസം വിട്ടേക്കാം എന്ന് വിചാരിച്ചിട്ടല്ല, സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. ഈ ഒരു പ്രവർത്തനത്തിൻ്റെ പിന്നിലുള്ള തത്വം അല്ലെങ്കിൽ പിന്നിലുള്ള ഗ്യാസ് ലോ എന്ന് പറയുന്നത് ബോയിൽസ് ലോ ആണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ലങ്സ് ഈ രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. ഈ ലങ്സിൻ്റെ താഴെ ഡയഫ്രം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമുണ്ട്, നമ്മൾ ബയോളജിയിൽ പഠിക്കുന്നതാണ്. ഈ ഡയഫ്രം എന്ത് ചെയ്യുന്നറിയോ, നമുക്ക് വായു ഇൻഹേൽ ചെയ്യേണ്ട സമയത്ത് അല്ലെങ്കിൽ അകത്തേക്ക് വലിക്കേണ്ട സമയത്ത് ഈ ഡയഫ്രം വന്നിട്ട് താഴേക്ക് വരും, അല്ലെങ്കിൽ ഈ ഡയഫ്രം പ്രവർത്തിക്കും. ഡയഫ്രം കോൺട്രാക്ട് ടു ഡൗൺവേർഡ്സ്. ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കിനും എന്ത് സംഭവിക്കും, ഇതിനകത്തേക്ക് വായു വന്ന് നിറയും. കാരണം എന്താ, വോളിയം കൂടിയില്ലേ. ഡയഫ്രം താഴേക്ക് വരുന്ന സമയത്ത് ലങ്സിൻ്റെ വോളിയം കൂടി. വോളിയം കൂടിയാൽ എന്ത് സംഭവിക്കും, അതിനകത്തുള്ള പ്രഷർ കുറയും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണല്ലോ. പ്രഷർ കുറഞ്ഞു അല്ലേ. അപ്പോൾ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്നും കുറഞ്ഞ സ്ഥലത്തേക്ക് വായു പ്രവഹിക്കും. നമുക്കറിയാം, നമ്മളിപ്പോൾ നല്ല ഉയരമുള്ള ഒരു മലയുടെ മുകളിൽ നിന്നും അരുവി ഒഴുകി താഴേക്ക് വരും അല്ലേ. കാരണം എന്താണ്, ഉയരം കൂടിയ സ്ഥലത്ത് നിന്നും വെള്ളം താഴേക്ക്, ഉയരം കുറഞ്ഞ ഭാഗത്തേക്കാണ് വരിക. അതേപോലെ തന്നെ കറണ്ട്, ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ ആണെങ്കിൽ അങ്ങനെയാണ്. അങ്ങനെ ഇതുപോലെ തന്നെ പ്രഷറിനെ കുറിച്ച് അല്ലെങ്കിൽ വാതകത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് വാതകം എപ്പോഴും പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്നും കുറഞ്ഞ സ്ഥലത്തേക്കാണ് എപ്പോഴും സഞ്ചരിക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡയഫ്രം കോൺട്രാക്ട് ചെയ്തപ്പോൾ ഈ ലെൻസിനകത്ത് വോളിയം കൂടി. വോളിയം കൂടിയാൽ പ്രഷർ കുറയുന്നു. പ്രഷർ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും, അന്തരീക്ഷ വായുവിൻ്റെ പ്രഷർ കൂടുതലാണ് ലെൻസിൻ്റെ അകത്തുള്ള പ്രഷറിനെ വെച്ച് നോക്കുമ്പോൾ അല്ലേ. അപ്പോൾ കൂടിയ പ്രഷറുള്ള അന്തരീക്ഷത്തിൽ നിന്നും കുറഞ്ഞ പ്രഷറുള്ള നമ്മുടെ ലെൻസിനകത്തേക്ക് വായു എന്ത് ചെയ്യും, കയറി വരും. അങ്ങനെയാണ് നമ്മൾ ഇൻഹേൽ ചെയ്യുന്നത്. ഇങ്ങനെ ഇൻഹേൽ ചെയ്തു, ഇനിയിപ്പോൾ ഈ വായു നമുക്ക് പുറത്തേക്ക് വിടണം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇവിടെ നമ്മുടെ ശരീരത്തിനകത്ത് നിന്നും കാർബൺ ഡൈ ഓക്സൈഡും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡും ആവശ്യമില്ലാത്ത വാതകങ്ങളൊക്കെ നമുക്ക് പുറത്തേക്ക് കളയണം. അങ്ങനെ പുറത്തേക്ക് കളയേണ്ടപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ഡയഫ്രം റിലാക്സ് ചെയ്തിട്ട് അത് അപ്വേർഡായിട്ട് മാറുന്നു. അപ്വേർഡായിട്ട് മാറുമ്പോഴത്തേക്കും ആ ലെൻസിനകത്തുള്ള വോളിയം കുറഞ്ഞു. അപ്പോൾ എന്ത് സംഭവിച്ചു, അവിടെ പ്രഷർ കൂടി. അപ്പോൾ അന്തരീക്ഷത്തിലുള്ള ആ വായുവിൻ്റെ പ്രഷറിനെക്കാട്ടിലും ലെൻസിനകത്ത് പ്രഷർ കൂടുതലാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, ലെൻസിനകത്ത് നിന്നും വാതകം പുറത്തേക്ക് വരും, നമ്മൾ എക്സ്ഹേൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻഹേലേഷൻ സംഭവിക്കുന്ന സമയത്ത് ലെൻസിനകത്തുള്ള വോളിയം കൂടുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും, പ്രഷർ ലെൻസിനകത്ത് കുറഞ്ഞു. അതുപോലെ തന്നെ എക്സ്ഹേൽ ചെയ്യുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ് ആണ് നടക്കുന്നത്. അങ്ങനെ നമുക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്തതായിട്ടുള്ളൊരു സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എക്സാമ്പിളാണ് അക്വേറിയത്തിൻ്റെ എക്സാമ്പിൾ. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. എന്താണ് ചോദിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്വേറിയത്തിനകത്ത് നമുക്കിങ്ങനെ എയർ ബബിൾസിനെ കാണാൻ സാധിക്കും. ഈ എയർ ബബിൾസ് അക്വേറിയത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ വളരെ ചെറുതും അക്വേറിയത്തിൻ്റെ മുകളിലേക്ക് വരുമ്പോഴത്തേക്ക് അത് വലുതായിട്ടുമാണ് വരുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, അതിൻ്റെ കാരണമായിട്ടുള്ള വാതക നിയമം ഏത് എന്ന് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്തെഴുതണം, ഇതേപോലെ അക്വേറിയം ഇരിക്കുന്ന സമയത്ത് അക്വേറിയത്തിൻ്റെ ഏറ്റവും അടിയിൽ പ്രഷർ ഭയങ്കര കൂടുതലാണ്. കാരണം ഇത്രയും ലെയേഴ്സ് ഓഫ് വാട്ടർ അല്ല എൻ്റെ മുകളിലിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിയിൽ പ്രഷർ ഭയങ്കര കൂടുതലാണ്. പ്രഷർ കൂടിയാൽ എന്തായിരിക്കും സംഭവിക്കുക, വോളിയം കുറവായിരിക്കില്ലേ ഗ്യാസിന്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിയിൽ രൂപപ്പെടുന്ന ഒരു വായുവിൻ്റെ കുമിളയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വോളിയം ഭയങ്കര കുറവാണ്. ഇവിടെ രൂപപ്പെട്ടു. ഇനി ഈ ഒരു വായുവിൻ്റെ ഈ ഒരു കുമിള മുകളിലേക്ക് വരികയാണ്. ഇത് മുകളിലേക്ക് കയറി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പ്രഷർ കുറഞ്ഞാണ് വരുന്നത്. പ്രഷർ കുറയുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, ഇതിൻ്റെ വോളിയം കൂടി
കൂടി വരുന്നു. അങ്ങനെ മുകളിലേക്ക് വരും തോറും ഈ വായു കുമിളയുടെ വലിപ്പം കൂടി കൂടി വരുന്നു. അങ്ങനെ ഏറ്റവും മുകളിലെത്തിയിട്ട് അത് പൊട്ടിപ്പോകുന്നു. ഇതാണ് അക്വേറിയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ സിമിലർ ആയിട്ട് സ്കൂബ ഡൈവിങ്ങിൻ്റെ കാര്യത്തിലും ഈ ഒരു സെയിം ആയിട്ടുള്ള എക്സാമ്പിൾ നമുക്ക് വരാറുണ്ട്. ഇത് രണ്ടും ബോയിൽസ് ലോയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരമായിട്ട് പറയുന്ന എക്സാമ്പിളുകളാണ്. ക്ലിയർ ആയല്ലോ? രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. 14/2020 എന്ന് പറഞ്ഞിട്ടുള്ള റെഫ്രിജറേഷൻ മെക്കാനിക് എന്നുള്ള പരീക്ഷ, ഓൺലൈൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്താ ചോദ്യം നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ചാൾസ് ലോ ഓഫ് എ പെർഫെക്റ്റ് ഗ്യാസ്, ഒരു പെർഫെക്റ്റ് ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം ചാൾസ് ലോയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് താഴെ തന്നിരിക്കുന്നതിൽ എന്താണ് ശരിയായിട്ടുള്ള ഇക്വേഷൻ, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ T2/T1 = P2/P1 ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും നമ്മൾ ശരിയായിട്ടുള്ള ചാൾസ് ലോയുടെ ഇക്വേഷനാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് എന്താണെന്നറിയോ? ഓപ്ഷൻ ബി ആണ്. എങ്ങനെയാണ് നമ്മൾ ഈ ഉത്തരത്തിലേക്ക് എത്തുക? ചാൾസ് ലോ എന്താണ് പറയുന്നത്? നമ്മൾ പറഞ്ഞു ബോയിൽസ് ലോ എന്ന് പറയുന്നത് പ്രഷർ വോളിയത്തിനോട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് എന്ന് പറഞ്ഞു അല്ലേ? അതേപോലെ തന്നെ ചാൾസ് ലോ എന്ന് പറയുന്നത് ഇവിടെ വോളിയം എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനോട് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. എപ്പോൾ? പ്രഷർ അതേപോലെ തന്നെ ഗിവൺ മാസും കോൺസ്റ്റന്റ് ആയി ഇരിക്കുമ്പോൾ. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷനകത്ത് പ്രഷർ കോൺസ്റ്റന്റ് എന്നുള്ള ആകെ ഒരു ഓപ്ഷനേ നമുക്ക് ഉള്ളൂ. അതുകൊണ്ട് ഓപ്ഷൻ ബിയിലേക്ക് നമുക്ക് എളുപ്പത്തിൽ പോകാനായിട്ട് സാധിക്കും. എന്നാൽ പോലും ചാൾസ് ലോനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇതേപോലെ തന്നെ ഒരു ബീക്കർ നമ്മൾ എടുത്തിട്ടുണ്ട്. ബീക്കറിനകത്ത് കുറേ നമ്പർ ഓഫ് മോളിക്യൂളുകളുണ്ട്. ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കാനായിട്ട് പോവുകയാണ്, തീ കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ ടെമ്പറേച്ചർ കൂടിയില്ലേ? ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഇതിനകത്ത് ഈ ഗ്യാസ് മോളിക്യൂളിനെ ഇവിടെ ഒക്കുപ്പൈ ചെയ്യാൻ പറ്റൂല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഇങ്ങനെ പതുക്കെ പതുക്കെ ഈ പിസ്റ്റൺ മുകളിലേക്ക് പോകുന്നു. ഇത് കുറച്ചും കൂടെ വോളിയത്തിൽ ഇരിക്കുന്നു. അപ്പോൾ ടെമ്പറേച്ചറും വോളിയവും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇതാണ് ചാൾസ് ലോ പറയുന്നത്. ചാൾസ് ലോ പറയുന്നത് എന്താണ്? വോളിയം ഓഫ് എ ഫിക്സ്ഡ് മാസ് ഓഫ് ഐഡിയൽ ഗ്യാസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. എപ്പോൾ? പ്രഷറും അതേപോലെ തന്നെ തന്നിരിക്കുന്ന മാസും കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ. ഇതിനെ നമുക്ക് മാത്തമാറ്റിക്കലി ഈ രീതിയിൽ V is proportional to T എന്ന് നമുക്ക് എഴുതി കൊടുക്കാനായിട്ട് പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമുക്ക് മാറ്റി കളയണം. അതിന് വേണ്ടിയിട്ട് V = KT എന്ന് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ചാൾസ് ലോയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത്. ഇത് കൂടാതെ നമ്മുടെ ഓപ്ഷനകത്ത് കുറച്ചധികം ഗ്യാസ് ലോസിനെ നമുക്ക് തന്നിട്ടുണ്ട്. അവരൊക്കെ എന്താണ് എന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കി പോകണം. അതിൽ ആദ്യമായിട്ട് ഓപ്ഷൻ എ ആയിട്ട് നമുക്ക് ഗേ-ലൂസാക്സ് ലോ തന്നിട്ടുണ്ട്. ഗേ-ലൂസാക്സ് ലോ പറയുന്നത് ഒരു ഗ്യാസിൻ്റെ, ഒരു പാത്രത്തിനകത്ത് നമ്മളൊരു ഗ്യാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗ്യാസിൻ്റെ പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള ഒരു റിലേഷൻ കാണിക്കുന്ന നിയമമാണ് ഗേ-ലൂസാക്കിൻ്റെ ലോ എന്ന് പറയുന്നത്. സിമ്പിളാണ്. ഇവിടെ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ അറ്റ് എ കോൺസ്റ്റന്റ് വോളിയം എന്നാണ് ഗേ-ലൂസാക്ക് ലോ പറയുന്നത്. ഇതുകൂടാതെ ബോയിൽസ് ലോ തന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്ന് പറയുന്നതാണ് ബോയിൽസ് ലോ. ഇതുകൂടാതെ കമ്പൈൻഡ് ഗ്യാസ് ലോ, ഇത് നമുക്ക് ഓപ്ഷനകത്ത് തന്നിട്ടുള്ളതാണ്. എന്താണ് കമ്പൈൻഡ് ഗ്യാസ് ലോ പറയുന്നത്? കമ്പൈൻസ് ഓൾ 3 വേരിയബിൾസ്, അതായത് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, ഇവന്മാരെ 3 പേരെയും കൂടെ ചേർത്തുകൊണ്ട് പറയുന്ന ലോ ആണ് കമ്പൈൻഡ് ഗ്യാസ് ലോ. ഇത് പറയുന്നത് PV/T എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് എന്ന് പറയുന്ന ലോ ആണ് എന്ത്? കമ്പൈൻഡ് ഗ്യാസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഓപ്ഷനകത്ത് തന്നിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ബോയിൽസ് ലോയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് റിയൽ ലൈഫിലെ കുറച്ച് എക്സാമ്പിൾസ് നോക്കിയില്ലേ? സെയിം രീതിയിൽ തന്നെ ചാൾസ് ലോയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിയൽ ലൈഫിലെ എക്സാമ്പിൾ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കി പോവാലോ. ആദ്യമായിട്ട് ഹോട്ട് എയർ ബലൂൺ ആണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഹോട്ട് എയർ ബലൂൺ നമ്മൾ കണ്ടിട്ടുണ്ടാവും, സിനിമയിലും അല്ലാതെയും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു ബലൂൺ ഉണ്ടാവും, അതിനകത്ത് എന്തോ ഒരു സാധനം ഇങ്ങനെ കത്തുന്നുണ്ടാവും, തീ കത്തുന്നുണ്ടാവും അല്ലേ? ഈ തീ കത്തുന്നതിൻ്റെ ഫലമായിട്ട് ഈ ബലൂൺ എന്ത് ചെയ്യുന്നുണ്ടാവും? അന്തരീക്ഷത്തിൽ കൂടെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നുണ്ടാവും. ഇതും ചാൾസ് ലോയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ തീ കത്തിച്ചു കൊടുത്തിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അപ്പോൾ എന്താണ് സംഭവിക്കുക? ടെമ്പറേച്ചർ കൂടും അല്ലേ? ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് എന്താ സംഭവിക്കുക? വോളിയം, അതിനകത്തുള്ള വോളിയം എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ വോളിയം കൂടും. വോളിയം കൂടുമ്പോഴത്തേക്ക് ബോയിൽസ് ലോ പ്രകാരം പ്രഷർ കുറഞ്ഞില്ലേ? സ്വാഭാവികമായിട്ടും അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ഒരു
ഹോട്ട് എയർ ബലൂണിന് അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കാനായിട്ട് സാധിക്കുന്നു. അതായത് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഈ ഒരു ബലൂണിനകത്തുള്ള വോളിയം ഓഫ് എയർ ഇൻക്രീസ് ചെയ്യുന്നു, ഈ ബലൂണ് എക്സ്പാൻഡ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള ആ ഒരു വായുവിൻ്റെ പ്രഷറിനെക്കാട്ടിലും ആ വായുവിൻ്റെ ആ ഒരു ഡെൻസിറ്റിയെക്കാട്ടിലും കുറവാകുന്നു ഈ പാത്രത്തിനകത്തുള്ള ഈ ഒരു എന്താ പറയുക ബലൂണിനകത്തുള്ള വായു എന്ന് പറയുന്നത്. അങ്ങനെ ആ ഡെൻസിറ്റിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം കാരണം ഹോട്ട് എയർ ബലൂണിന് നമ്മുടെ അന്തരീക്ഷത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കുന്നു. ക്ലിയർ ആയല്ലോ? ഇതാണ് ചാൾസ് ലോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ. ഇതുകൂടാതെ അടുത്തതായിട്ട് ഡെൻറ്റഡ് പിങ് പോങ് ബോളിൻ്റെ ഒരു എക്സാമ്പിൾ കൂടെ ഉണ്ട്. അതായത് പിങ് പോങ് കളിക്കുന്ന ആ ഒരു ബോൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഡെൻറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ, ചളുങ്ങി പോയിട്ടുണ്ടെങ്കിൽ അതിനെ വാം വാട്ടറിലിടും. വാം വാട്ടറിൽ ഇടുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ കൂടി, സ്വാഭാവികമായിട്ടും വോളിയം കൂടി. വോളിയം കൂടുന്ന സമയത്ത് ഇതിനകത്തിരിക്കുന്ന ആ ഒരു വാതകം എന്ത് ചെയ്യുന്നു? വന്നിങ്ങനെ തട്ടിയിട്ട് ഈ ഒരു ഡെൻറ്റൊക്കെ മാറ്റിക്കളയുന്നു. അതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു സയൻസ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം ഓഫ് എയർ എക്സ്പാൻഡ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു എയറിനെ പുഷ് ബാക്ക് ചെയ്തിട്ട് ആ ഒരു ഡെൻറ്റിനെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള ചാൾസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇത് 44/2020 എന്ന് പറയുന്ന UP സ്കൂൾ ടീച്ചറിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്താ നോക്കാം. ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം ഏത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ ഓപ്ഷനകത്ത് ബോയിൽ നിയമമുണ്ട്, ചാൾസ് നിയമമുണ്ട്, അവഗാഡ്രോ നിയമമുണ്ട്, പാസ്കൽ നിയമമുണ്ട്. ബോയിൽ നിയമവും ചാൾസ് നിയമവും അല്ല എന്ന് നമുക്കറിയാം, കാരണം അത് ഓൾറെഡി നമ്മൾ പഠിച്ചു. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് അവഗാഡ്രോ നിയമമാണ്. അപ്പോൾ എന്തുകൊണ്ട് പാസ്കൽ നിയമം ആയില്ല? എന്താണ് അവഗാഡ്രോ നിയമം എന്ന് നമുക്ക് നോക്കണ്ടേ. അവഗാഡ്രോവിൻ്റെ നിയമം പറയുന്നത് സ്ഥിരമായിട്ടുള്ള ഒരു താപനില അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ നമ്മൾ വെച്ചു. ആ സമയത്ത് വാതകത്തിൻ്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നാണ്. അതായത് ഒരു പാത്രം എടുത്തിട്ടുണ്ട്, ഈ പാത്രത്തിനകത്ത് കുറേ അധികം മോളിക്യൂളുകളെ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ബാക്കിയുള്ള വോളിയവും ടെമ്പറേച്ചറും പ്രഷറൊക്കെ നമ്മൾ സെയിം ആയിട്ട് വെച്ചേക്കാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് സെർട്ടൈൻ ആയിട്ടൊരു വോളിയം ഉണ്ട്, V1 എന്ന് പറയുന്നത്. ഇതിനകത്തേക്ക് ഇപ്പോൾ ഇതിനകത്ത് ആകെ ഉള്ളത് 5 മോളിക്യൂളാണ്. നമ്മൾ ഇതിനകത്തേക്ക് ഒരു 5 മോളിക്യൂളും കൂടി ഇട്ട് കൊടുക്കുക എന്ന് കരുതിയിട്ട് ഇതിനകത്ത് കിടക്കുന്ന ഈ 5 മോളിക്യൂൾ കൂടാതെ നമ്മൾ ഒരു 5 എണ്ണം കൂടി ഇതിനകത്ത് ഇട്ട് കൊടുത്തു. അപ്പോൾ എന്താ സംഭവിക്കുക? നോക്കിയേ, വോളിയം കൂടിയില്ലേ? വോളിയം കൂടി. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇത് പറയുന്ന നിയമമാണ് അവഗാഡ്രോവിൻ്റെ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ഥിരമായിട്ടൊരു വോളിയം എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള വാതകങ്ങളുടെയൊക്കെ തന്നെയും മോളിക്യൂളിൻ്റെ എണ്ണം എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ആ ഒരു നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ എണ്ണമാണ് അവഗാഡ്രോ നമ്പർ NA അല്ലെങ്കിൽ 6.022 × 10⁻23 എന്ന് പറയുന്ന നമ്പർ. ഇത്രയും മോളിക്യൂൾ ആയിരിക്കും ഉണ്ടാവുക എന്ന് അദ്ദേഹത്തിൻ്റെ നിയമത്തിൽ പറയുന്നു. ക്ലിയർ ആയല്ലോ? അതായത് ഒരു വാതകത്തിലുള്ള തന്മാത്രകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് അത് ഉൾക്കൊള്ളാൻ ആവശ്യമായിട്ടുള്ള സ്ഥലം അല്ലെങ്കിൽ അതിൻ്റെ വോളിയവും വർദ്ധിക്കുന്നു. ഇനി ബോയിൽസ് ലോയും ചാൾസ് ലോയും നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. പിന്നെ ഓപ്ഷനകത്ത് നമുക്ക് പാസ്കൽ നിയമമാണ് തന്നിട്ടുള്ളത് അല്ലേ. എന്താണ് പാസ്കൽ നിയമം പറയുന്നതെന്ന് അറിയോ? ഒരു പാത്രത്തിൽ ഒരു ദ്രാവകം എടുത്തിട്ടുണ്ടെങ്കിൽ, വാതക നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമേ അല്ല പാസ്കൽ നിയമം. അങ്ങനെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് അത് കട്ട് ചെയ്ത് കളയാം. എന്നിരുന്നാലും ഒരു ദ്രാവകത്തെ നമ്മൾ ഇങ്ങനെ ഒരു പാത്രത്തിനകത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരു പ്രഷർ കൊണ്ടുവന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്നു, ഒരു ഫോഴ്സ് കൊടുക്കണം. ഈ ഫോഴ്സ് ഈ ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈവനായിട്ട് സ്പ്രെഡ് ആകും എന്നാണ് പാസ്കൽ നിയമം പറയുന്നത്. അതായത് ഒരു ദ്രാവകത്തിലെ മർദ്ദ വിതരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമമാണ്, ഫ്ലൂയിഡ് മെക്കാനിസവുമായിട്ട് വരുന്നതാണ്. അതായത് നമ്മളൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസിനകത്ത് ഒരു ദ്രാവകം വെച്ചിട്ടുണ്ട്. അവിടെ ഒരിടത്ത് നമ്മൾ നൽകുന്ന മർദ്ദം ഒട്ടും കുറയാതെ, എവിടെയും നഷ്ടപ്പെടാതെ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈവനായിട്ട് സ്പ്രെഡ് ആകുന്നു, പാത്രത്തിൻ്റെ ഭിത്തികളിലേക്കും തുല്യമായിട്ട് വ്യാപിക്കുന്നു എന്ന് പറയുന്ന നിയമമാണ് പാസ്കൽ നിയമം എന്ന് പറയുന്നത്. ഈ ഒരു നിയമം ഉപയോഗിച്ചുകൊണ്ടാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതുപോലെ തന്നെ വലിയൊരു ഭാരം ഉയർത്താൻ വേണ്ടിയിട്ടും ഈ ഒരു തത്വം സഹായിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഫോഴ്സ് ചെറുതാണെങ്കിലും ഇപ്പുറത്തെ ഭാഗത്തേക്ക് നമുക്ക് ഈവനായിട്ട് സ്പ്രെഡ് ആവുമല്ലോ. അപ്പോൾ നമ്മൾ ഏരിയ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വലിയൊരു ഭാരത്തെ ഉയർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു നിയമം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ വാതക നിയമവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 2020 വർഷത്തിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പരിചയപ്പെട്ടു. ആസിഡും ആൽക്കലിയും എന്ന് പറയുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നാലാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആൽക്കഹോൾ റിയാക്ട് വിത്ത് ആസിഡ് ടു ഫോം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആസിഡ്സിൻ്റെ കെമിക്കൽ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു ചോദ്യമാണ്. ഇത് 11/2020 എന്ന് പറയുന്ന ആ ഒരു ഓൺലൈൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എസ്റ്ററാണ്. ആൽക്കഹോള് എപ്പോഴും ആസിഡുമായിട്ട് പ്രതിപ്രവർത്തിച്ച് കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ പേരാണ്
എസ്റ്റർ. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ എസ്റ്ററിഫിക്കേഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, എപ്പോഴും ആൽക്കഹോളുകളും അതേപോലെ തന്നെ ആസിഡും കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ച് നമുക്ക് ഉണ്ടാവുന്ന പ്രൊഡക്റ്റാണ് എസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം, എസ്റ്റർ എന്ന് പറയുന്നത് കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴത്തേക്കിനും ഇതിനകത്ത് കാർബോക്സിലിക് ആസിഡുകൾ അല്ലെങ്കിൽ ഓർഗാനിക് ആസിഡുകൾ, മിനറൽ ആസിഡുകളല്ല ഓർഗാനിക് ആസിഡുകൾ എന്ത് ചെയ്യുന്നു, ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് എസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. എസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം നല്ല സ്മെല്ലൊക്കെയുള്ള ഒരു കോമ്പൗണ്ടാണ് എസ്റ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്ന പേരാണ് എസ്റ്ററിഫിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് എപ്പോഴും ആലോചിച്ച് വെക്കുക, കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും ചേരുമ്പോൾ എസ്റ്ററും ബൈ പ്രൊഡക്റ്റായിട്ട് വാട്ടറും നമുക്ക് ലഭിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതാണ് ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗാനിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിട്ടും ഈ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ആസിഡ്സ് ഓർഗാനിക് ആസിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടായതുകൊണ്ട് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടും നമ്മൾ ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ ജസ്റ്റ് ആഡ് ചെയ്ത് തന്നിട്ടുണ്ട് അല്ലേ, ഈ എസ്റ്ററിഫിക്കേഷൻ്റെ. ഇവിടെ നമുക്ക് ഈ ഒരു റിയാക്ഷൻ്റെ അവിടെ H+ എന്നൊരു സാധനം കാണാം. H+ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ആസിഡ് കാറ്റലിസ്റ്റിനെ നമ്മളവിടെ ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് അർത്ഥം. ഈ ആസിഡ് കാറ്റലിസ്റ്റിന് എന്താണ് അവിടെ ഒരു റോള് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു മിനറൽ ആസിഡിനെയാണ് നമ്മളിവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. പ്രധാനമായിട്ടും സൾഫ്യൂരിക് ആസിഡ് H2SO4, അതേപോലെ HCl, ഇവരൊക്കെ മിനറൽ ആസിഡുകളാണ്. അതായത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദേഹത്ത് തട്ടിയാൽ പ്രശ്നമുണ്ടാക്കുന്ന വീര്യം കൂടിയ ആസിഡുകളാണ് മിനറൽ ആസിഡുകൾ. ഓർഗാനിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആഹാരത്തിലും അല്ലെങ്കിൽ ദേഹത്ത് തട്ടിയാലൊന്നും കുഴപ്പമില്ലാത്ത സിട്രിക് ആസിഡ്, നാരങ്ങയിലുള്ളത്, ടാർട്ടാറിക് ആസിഡ്, പുളിയിലുള്ളത്, ഇവയൊക്കെ ഓർഗാനിക് ആസിഡുകളാണ്. അപ്പോൾ ഈ ഒരു കെമിക്കൽ റിയാക്ഷനിൽ മിനറൽ ആസിഡുകളെയാണ് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. കാറ്റലിസ്റ്റുകൾ എന്താണ് ചെയ്യുക? സ്വയം കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടാതെ ആ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാൻ സഹായിക്കുന്ന ആളുകളാണ് കാറ്റലിസ്റ്റുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുക? ഇവിടെ ആസിഡ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഓർഗാനിക് ആസിഡിൻ്റെ ഒരു സ്മെല്ലായിരിക്കും ആദ്യം ഉണ്ടാവുക അല്ലേ. ഈ കെമിക്കൽ റിയാക്ഷൻ കറക്റ്റായിട്ട് നടക്കുകയാണെങ്കിൽ ഇതിനകത്ത് നല്ല ഫ്രൂട്ടി ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ല് നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് നമുക്ക് എസ്റ്റർ ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകണം. 5ാമത്തെ ചോദ്യമാണ്, ഒലിയം എന്നത് ഏത് ആസിഡിൻ്റെ ഗാഢത കൂടിയ രൂപമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, അസറ്റിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒക്കെ തന്നിട്ടുണ്ട്. ഇത് 44/2020 UP സ്കൂൾ ടീച്ചറുടെ പരീക്ഷയ്ക്ക് തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഒലിയം എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ എന്താണ് ഒലിയം എന്ന് പറയുന്നത്? സൾഫ്യൂരിക് ആസിഡിൻ്റെ വളരെ വീര്യം കൂടിയ രൂപത്തെ പറയുന്ന പേരാണ് ഒലിയം എന്ന് പറയുന്നത്. ഈ ഒലിയത്തിൻ്റെ കെമിക്കൽ ആ ഒരു ഫോർമുല എന്ന് പറയുന്നത് H2S2O7 ആണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ H2SO4 അല്ലേ, ഒലിയത്തിൻ്റേത് H2S2O7 ആണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കെമിക്കൽ പ്രോപ്പർട്ടി കാരണം, അതിൻ്റെ ആ ഒരു റെഡ്യൂസിങ് പ്രോപ്പർട്ടി കാരണം അതിനെ ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ് എന്നും വിളിക്കാറുണ്ട്. സൾഫ്യൂരിക് ആസിഡിൻ്റെ വളരെയധികം ഗാഢത കൂടിയ രൂപമാണ് ഒലിയം എന്ന് പറയുന്നത്. ഈ സൾഫ്യൂരിക് ആസിഡിൻ്റെ കെമിക്കലി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ്റെ സമയത്ത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ഈ പറയുന്ന ഒലിയം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഈ സൾഫ്യൂരിക് ആസിഡിനെ നമ്മൾ നിർമ്മിക്കുന്ന ആ ഒരു പ്രക്രിയയെ പറയുന്ന പേരാണ് സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോണ്ടാക്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ ഒരു കോണ്ടാക്ട് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് സൾഫർ ട്രയോക്സൈഡ് അല്ലെങ്കിൽ SO3 എന്ന് പറയുന്ന സാധനത്തിനെ H2SO4 ലയിപ്പിച്ചിട്ടാണ് ഒലിയം നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ്റെ അകത്ത് നമുക്ക് മറ്റുള്ള അസറ്റിക് ആസിഡ്, അതേപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ. അസറ്റിക് ആസിഡിൻ്റെ ജലാംശം ഒട്ടുമില്ലാത്ത ശുദ്ധമായിട്ടുള്ള രൂപത്തെ പറയുന്ന പേരാണ് ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പഠിക്കാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് അക്വാ റീജിയെ കുറിച്ചാണ്, രാജദ്രാവകത്തെക്കുറിച്ചാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡും അതേപോലെ നൈട്രിക് ആസിഡ് ആയിട്ടുള്ള HNO3യും കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റേഷ്യോയിൽ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റാണ് രാജദ്രാവകം എന്നറിയപ്പെടുന്ന അക്വാ റീജിയ. നമ്മുടെ നോബിൾ മെറ്റലുകളായിട്ടുള്ള സ്വർണം, വെള്ളി ഇവയൊക്കെ അലിയിച്ച് കളയാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണ് അക്വാ റീജിയ എന്ന് പറയുന്നത്. ഓക്കെ, 6ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. മഴവെള്ളത്തിൻ്റെ pH മൂല്യം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് 51/2020 എന്ന് പറയുന്ന LP സ്കൂൾ ടീച്ചറുടെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ pH മൂല്യം എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തിൻ്റെ സ്വഭാവം അസിഡിക് ആണോ ആൽക്കലിക് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്കെയിലാണ് pH സ്കെയിൽ എന്ന് പറയുന്നത്. ശുദ്ധമായിട്ടുള്ളൊരു പദാർത്ഥത്തിൻ്റെ pH എന്ന് പറയുന്നത് 7 ആയിരിക്കും. 7-നേക്കാട്ടിൽ താഴേക്ക് പോകുമ്പോൾ അത് അസിഡിക് ആവും, 7-നേക്കാട്ടിൽ മുകളിലേക്ക് പോകുമ്പോൾ അത് ആൽക്കലിക് ആവും.
ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ 7ന്റെ താഴേക്ക് പോകുന്തോറും അത്രയും ഗാഢമായിട്ടുള്ള ആസിഡ് ആവും. 7ന്റെ അത്രയും മുകളിലേക്ക് പോകുന്തോറും അത്രയും വീര്യം കൂടിയിട്ടുള്ള ആൽക്കലിയും ആവും. ഇവിടെ നമ്മളോട് മഴവെള്ളത്തിൻ്റെ pH മൂല്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആലോചിക്കും, വെള്ളം എന്ന് പറയുന്നത് ന്യൂട്രൽ ആണല്ലോ, അപ്പം മഴവെള്ളം എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്, അപ്പോൾ 7 എന്ന് കൊടുക്കാനുള്ളൊരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവും. പക്ഷെ മഴവെള്ളം എപ്പോഴും സ്ലൈറ്റ്ലി അസിഡിക് ആണ്. മഴവെള്ളത്തിൻ്റെ ആ ഒരു pH മൂല്യം എന്ന് പറയുന്നത് 5.6 ആണ്. അപ്പം എന്തുകൊണ്ടാണ് ഈ വെള്ളം ന്യൂട്രലും മഴവെള്ളം ഇങ്ങനെ ഒരു അസിഡിക് സ്വഭാവമുള്ള ഒരാളുമായിട്ട് മാറിയത്? നമ്മുടെ മഴവെള്ളം വരുന്ന സമയത്ത് അത് അന്തരീക്ഷത്തിലൂടെ കടന്നാണ് വരുന്നത് അല്ലേ? അങ്ങനെ കടന്നു വരുന്ന സമയത്ത് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ഈ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പെയ്തു വരുന്ന മഴവെള്ളത്തിൽ ലയിച്ചിട്ട് ചെറിയൊരു വീര്യമുള്ള കാർബോണിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡിൻ്റെ രൂപത്തിൽ H2CO3 എന്ന് പറയുന്ന ഒരു രൂപത്തിലാണ് മഴവെള്ളം പെയ്തു വരുന്നത്. അതുകൊണ്ട് തന്നെ മഴവെള്ളത്തിന് നേരിയൊരു അമ്ല സ്വഭാവം അല്ലെങ്കിൽ ഒരു അസിഡിക് സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ pH 5.6 ആയിട്ട് മാറിയത്. അപ്പം അങ്ങനെ പലതരം പദാർത്ഥങ്ങളുടെ pH ഉണ്ട്. മനുഷ്യരക്തത്തിൻ്റെ, വെള്ളത്തിൻ്റെ, പാലിൻ്റെ, ഇങ്ങനെയുള്ള കുറച്ച് പ്രധാനപ്പെട്ട pHകൾ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു മഴവെള്ളം സ്ലൈറ്റ്ലി അസിഡിക് ആണ് എന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് എല്ലാവരും ഈ ആസിഡ് റെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് പേടിക്കുന്നത്? അതും സാധാരണ മഴവെള്ളത്തിലെ അസിഡിക്കുമായിട്ട് എന്താണ് ബന്ധം എന്നൊന്നും അറിയണ്ടേ? അമ്ലമഴ അല്ലെങ്കിൽ ആസിഡ് റെയിനും സാധാരണ മഴയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ മഴയിൽ നമ്മൾ പറഞ്ഞു അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ലയിച്ചു വരിക എന്ന് പറഞ്ഞു അല്ലേ? അതേസമയം ഫാക്ടറികളും അല്ലെങ്കിൽ വാഹനങ്ങളും ഒക്കെ പുറന്തള്ളുന്ന സൾഫർ ഡൈ ഓക്സൈഡ്, അതേപോലെ തന്നെ നൈട്രജൻ ഓക്സൈഡുകൾ, ഇങ്ങനെയുള്ള പദാർത്ഥങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് ഈ സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ ഓക്സൈഡുകളും ഒക്കെ ആയിരിക്കും ഈ ജലത്തിൽ ലയിച്ചു വരിക. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ലയിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു കാർബോണിക് ആസിഡ് ആവും, H2CO3 ആവും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന സൾഫർ ഡൈ ഓക്സൈഡ് മഴവെള്ളത്തിൽ ലയിച്ച ആരാവുക? H2SO4 ആവുക, സൾഫ്യൂരിക് ആസിഡ് ആയി. നൈട്രജൻ ഓക്സൈഡുകൾ ലയിച്ചു കഴിഞ്ഞാൽ HNO3 ആവുക, നമ്മുടെ നൈട്രിക് ആസിഡ് ആയി അല്ലേ? അപ്പോൾ ഇവരൊക്കെ മിനറൽ ആസിഡാണ്, വീര്യം കൂടിയതാണ് എന്ന് ഓൾറെഡി പറഞ്ഞു. അങ്ങനെ ഈ സാധാരണ മഴവെള്ളത്തിൻ്റെ 5.6-നെക്കാട്ടിലും വളരെ ചെറിയ താഴേക്ക് വരുന്നു pH. അപ്പോൾ മഴവെള്ളത്തിലുള്ള ആ ഒരു ആസിഡിൻ്റെ അംശം ഭയങ്കരമായിട്ട് കൂടുന്നു, വീര്യം കൂടുന്നു. അങ്ങനെ എന്ത് സംഭവിക്കുന്നു? ചെടികളിലും കെട്ടിടങ്ങളിലും ഒക്കെ പതിച്ചു കഴിഞ്ഞാൽ കൊറോഷനൊക്കെ സംഭവിച്ച് ചെടികളൊക്കെ നശിച്ചു പോകാനൊക്കെ കാരണമായിട്ട് മാറുന്നു. അതാണ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എന്ന് പറയുന്നത് എപ്പോഴും 7 ആണ്. ശുദ്ധജലം എപ്പോഴും ന്യൂട്രൽ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? 7ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 51/2020 എന്ന് പറയുന്ന LP സ്കൂൾ ടീച്ചറുടെ പരീക്ഷയ്ക്ക് തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയയെ കോണ്ടാക്ട് പ്രോസസ്സ് അല്ലെങ്കിൽ സമ്പർക്ക പ്രക്രിയ എന്ന് പറയും എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? ഇവിടെ കാറ്റലിസ്റ്റായിട്ട് ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്ന വസ്തുവാണ് വനേഡിയം പെൻറ്റോക്സൈഡ് അഥവാ V2O5 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വനേഡിയം പെൻറ്റോക്സൈഡ് ആണ്, V2O5 ആണ് നമ്മുടെ ഉത്തരം. സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോണ്ടാക്ട് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഈ ഒരു പ്രക്രിയ വ്യാവസായികമായിട്ട് സൾഫ്യൂരിക് ആസിഡിനെ നിർമ്മിക്കുന്ന പ്രക്രിയയാണ്. ഓക്കെ, ഇവിടെ ഉൾപ്രേരകമായിട്ട് നമ്മുടെ വനേഡിയം പെൻറ്റോക്സൈഡ് എന്ന് പറയുന്ന കെമിക്കലിനെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഉൾപ്രേരകത്തിനെ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഉൾപ്രേരകം സ്വയം പ്രതിപ്രവർത്തിക്കാതെ ഈ കെമിക്കൽ റിയാക്ഷൻ്റെ ആ ഒരു റേറ്റ് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ആളാണ്. ഈ പ്രക്രിയയിൽ സൾഫർ ഡയോക്സൈഡിനെ SO2-നെ സൾഫർ ട്രയോക്സൈഡായിട്ട് SO3 ആയിട്ട് മാറ്റുന്ന ഒരു പ്രക്രിയയുണ്ട്. ഇതൊരു റിവേഴ്സിബിൾ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ഇവിടെയാണ് നമ്മൾ വനേഡിയം പെൻറ്റോക്സൈഡിനെ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? രാസപ്രവർത്തനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. പണ്ട് കാലങ്ങളിൽ പ്ലാറ്റിനം ഉൾപ്രേരകമായിട്ട് ഉപയോഗിച്ചിരുന്നു. പക്ഷേ അതിന് തീർച്ചയായിട്ടും ചിലവ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. മാത്രമല്ല കുറേ കാലം ഈ റിയാക്ഷനകത്ത് ഇട്ട് കഴിയുമ്പോൾ പ്രവർത്തനമൊന്നും നടക്കുന്നില്ലെങ്കിലും അതിൻ്റെ ആ ഒരു ക്ഷമത നശിച്ചു പോകാനായിട്ട് കാരണമാവാറുണ്ട്. അപ്പോൾ പ്ലാറ്റിനം ഇടുന്ന സമയത്ത് അതിൻ്റെ പ്രവർത്തനക്ഷമത പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും. വനേഡിയം പെൻറ്റോക്സൈഡ് അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ പ്ലാറ്റിനത്തെ നമ്മൾ മാറ്റുകയും ഇപ്പോൾ വനേഡിയം പെൻറ്റോക്സൈഡിനെയാണ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആസിഡും ആൽക്കലിയും നോക്കി, വാതക നിയമങ്ങൾ നോക്കി. അടുത്തതായിട്ട് ലായനികളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യമാണ് ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. 8ാമത്തെ ചോദ്യം ഇതാണ്. ഇൻ കോൾഡ് കൺട്രീസ് എഥിലീൻ ഗ്ലൈക്കോൾ ഈസ് ആഡഡ് ടു വാട്ടർ ഇൻ റേഡിയേറ്റേഴ്സ് ഓഫ് ഓട്ടോമൊബൈൽസ് ഡ്യൂറിങ് വിന്റർ. ദിസ് ഈസ് ടു.
അതായത് തണുപ്പുള്ള രാജ്യങ്ങളിൽ വിൻ്റർ സമയങ്ങളിൽ വാഹനത്തിൻ്റെ റേഡിയേറ്ററിനകത്ത് എഥിലീൻ ഗ്ലൈക്കോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനത്തിനെ ആഡ് ചെയ്ത് വെക്കാറുണ്ട്. അത് എന്തിനാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 009/2020 എന്ന് പറയുന്ന കെമിസ്റ്റിൻ്റെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനൊരു സംഭവം യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. പൊതുവേ റേഡിയേറ്ററുകൾ നമ്മൾ സാധാരണ എന്തിനാണ് വണ്ടിയിൽ യൂസ് ചെയ്യണത്? റേഡിയേറ്ററിനകത്ത് നമ്മൾ വെള്ളം നിറച്ച് വയ്ക്കും അല്ലേ? വെള്ളം നിറയ്ക്കുന്ന സമയത്ത് വെള്ളത്തിനെ സംബന്ധിച്ച് അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഭയങ്കര കൂടുതലാണ്. അതായത് കുറേ ഹീറ്റ് കൊടുത്താലേ ജലത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താനായിട്ട് പറ്റുള്ളൂ. ഒരുപാട് ഹീറ്റിനെ അബ്സോർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി വാട്ടറിനുണ്ട്. അപ്പോൾ ഈ എൻജിൻ പ്രവർത്തിച്ചു കഴിഞ്ഞാലും ഈ വാട്ടർ അതിനകത്തുള്ളത് കാരണം വലിയ രീതിയിൽ വാഹനം ചൂടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റേഡിയേറ്ററിൽ വെള്ളം നിറയ്ക്കുന്നത്. പക്ഷേ തണുപ്പുള്ള രാജ്യങ്ങളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ വാഹനങ്ങൾ വെളിയിൽ നിർത്തി ഇതിനകത്ത് റേഡിയേറ്ററിൽ വെള്ളം ഉണ്ട് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ നമ്മൾ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിൽ മഞ്ഞൊക്കെ പെയ്ത് റേഡിയേറ്ററിനകത്ത് ഐസൊക്കെ ആയിട്ട് കറക്റ്റായിട്ട് സെറ്റായിട്ട് ഇരിപ്പുണ്ടാവും. പിന്നെ ഈ വാഹനം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ റേഡിയേറ്ററിനകത്ത് ഇരിക്കുന്ന വെള്ളം ഐസായി പോവാതെ ഇരിക്കണം. ഐസായി പോവാതിരിക്കണമെങ്കിൽ അതിൻ്റെ ഫ്രീസിങ് പോയിന്റിനെ കുറയ്ക്കണം. അങ്ങനെ ഫ്രീസിങ് പോയിന്റിനെ കുറയ്ക്കാൻ ലോവറിങ് ഓഫ് ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുന്ന പർപ്പസ് ചെയ്യുന്ന ആളാണ് എഥിലീൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇവിടെ ആൻറ്റി ഫ്രീസ് എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ് എഥിലീൻ ഗ്ലൈക്കോൾ കാണിക്കുന്നത്. ഇപ്പോൾ വിൻ്റർ നടക്കുന്ന സമയത്ത് തണുപ്പുള്ള രാജ്യങ്ങളിൽ ഭയങ്കര തണുപ്പാവുന്ന സമയത്ത് ഈ ഫ്രീസിങ് പോയിന്റ് കുറയ്ക്കാനായിട്ട് റേഡിയേറ്ററിനകത്ത് എഥിലീൻ ഗ്ലൈക്കോൾ ആഡ് ചെയ്ത് വിടും. അപ്പോൾ എന്ത് സംഭവിക്കും? സാധാരണഗതിയിൽ 0 ഡിഗ്രി സെൽഷ്യസിൽ ഐസ് ആകുന്ന വാട്ടർ 0 ഡിഗ്രി സെൽഷ്യസ് ആയാലും ഐസ് ആവില്ല. ഫ്രീസിങ് പോയിന്റ് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ രാവിലെ പോയിട്ട് വാഹനം സ്റ്റാർട്ടാക്കി കഴിഞ്ഞാലും ഐസായിട്ട് ഇരിക്കുന്നുണ്ടാവില്ല. വാഹനങ്ങളിൽ മാത്രമല്ല, വിൻ്റർ കൺട്രീസിലെ വെള്ളം പോകുന്ന പൈപ്പുകൾക്കകത്ത് ഒക്കെ തന്നെയും ഈ പറയുന്ന ആൻറ്റി ഫ്രീസുകൾ ഉപയോഗിക്കാറുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് കൂടാതെ ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ഈ ആൻറ്റി ഫ്രീസ് ചെയ്യുന്ന പ്രോപ്പർട്ടി, അതിനെ ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിന്റ് എന്നാണ് വിളിക്കുക. ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അതായത് ദ പ്രസൻസ് ഓഫ് എഥിലീൻ ഗ്ലൈക്കോൾ മോളിക്യൂൾസ് ഇന്റർഫിയേഴ്സ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് ഐസ് ക്രിസ്റ്റൽ. അതായത് ഈ പറയുന്ന ജലം എങ്ങനെയെങ്കിലും ഐസ് ക്രിസ്റ്റൽ ആവാൻ വേണ്ടി ശ്രമിക്കുകയാണല്ലേ, സോളിഡ് ആവാൻ ശ്രമിക്കുക. അങ്ങനെ സോളിഡ് ആവാൻ ശ്രമിക്കുന്ന സമയത്ത് എഥിലീൻ ഗ്ലൈക്കോൾ അവിടെ കയറി ഇടപെടുകയും അതിനെ ഐസ് ആകാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ലിക്വിഡ് ഫ്രീസ് ആവാതെ ഇരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ തണുപ്പുള്ള രാജ്യങ്ങളിൽ എഥിലീൻ ഗ്ലൈക്കോൾ മാത്രമല്ല നമ്മുടെ NaCl സോഡിയം ക്ലോറൈഡ്, അതേപോലെ തന്നെ കാൽസ്യം ക്ലോറൈഡ് CaCl2 ഇവയൊക്കെ തന്നെയും ആൻറ്റി ഫ്രീസായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇത് കൂടാതെ ഇങ്ങനെയുള്ള ഒരുപാട് ഓർഗാനിക് അഡിറ്റീവുകളും ആൻറ്റി ഫ്രീസായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് ആയാലും എന്ത് ചെയ്യില്ല? ഐസ് മെൽറ്റായിട്ട് പോകില്ല. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു സംഭവമാണ് ബ്രെയിൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ബ്രെയിൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹൈ കോൺസെൻട്രേഷനിൽ ഉപ്പിനെ NaCl അലിയിച്ച് വെച്ചിട്ടുള്ള ഒരു സൊല്യൂഷനെയാണ് ബ്രെയിൻ സൊല്യൂഷൻ എന്ന് വിളിക്കുക. അതും ആൻറ്റി ഫ്രീസ് ആയിട്ട് പല രാജ്യങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. ഈ കൂട്ടത്തിൽ CaCl2 എന്ന് പറയുന്നത് നല്ല ക്ഷമതയുള്ള ആൻറ്റി ഫ്രീസ് ആണ്. അതായത് ഇതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -55 ഡിഗ്രി സെൽഷ്യസ് ആയാലും വാട്ടർ എന്താവൂല? ഐസ് ആവൂല. അങ്ങനെ ദ്രാവകമായിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെയും എന്ത് ചെയ്യാറുണ്ട്? CaCl2 സ്പെസിഫിക്കലി യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് കൂടാതെ യൂറിയ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളും അതുപോലെ തന്നെ അസറ്റേറ്റുകൾ ഇവയൊക്കെ തന്നെയും എന്ത് ചെയ്യാറുണ്ട്? ആൻറ്റി ഫ്രീസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ചില വസ്തുക്കൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഇവർക്കൊക്കെ കുറച്ച് കൊറോസീവ് ആയിട്ടുള്ള നേച്ചർ ഉണ്ടാവും. അതായത് ഇപ്പോൾ വാഹനങ്ങൾക്കകത്താണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇരുമ്പ് പൈപ്പുകൾക്കകത്താണ് യൂസ് ചെയ്യണമെങ്കിൽ ആ ഇരുമ്പുമായിട്ടൊക്കെ കെമിക്കലി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ആൻറ്റി ഫ്രീസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ഓരോരോ നീഡ് അനുസരിച്ചിട്ട് പല പല വസ്തുക്കളും എന്ത് ചെയ്യാറുണ്ട്? ആൻറ്റി ഫ്രീസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. വാഹനങ്ങളിൽ പ്രധാനമായിട്ടും എഥിലീൻ ഗ്ലൈക്കോളാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഗ്യാസ് ലോസ്, സൊല്യൂഷൻസ്, അതേപോലെ തന്നെ ആസിഡ്സ് ആൻഡ് ആൽക്കലി ഈ പറയുന്ന 3 ടോപ്പിക്കുകളിൽ നിന്നും 2020 വർഷത്തിൽ വിവിധ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ എടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്